ശമൂവേൽ രണ്ടാം പുസ്തകം അധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ചു മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിൻ്റെ പാളയത്തിൽ നിന്ന് വന്നു ദാവീദിൻ്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, കാര്യം എന്തായി പറയുക എന്ന് പറഞ്ഞു. അതിന് അവൻ, ജനം യുദ്ധത്തിൽ തോറ്റോടി, ജനത്തിൽ അനേകർ മരിച്ചു വീണു. ശൗലും അവൻ്റെ മകനായ യോനാഥാനും കൂടെ മരിച്ചുപോയി എന്ന് ഉത്തരം പറഞ്ഞു. വാർത്ത കൊണ്ടുവന്ന ഭാര്യക്കാരനോട് ദാവീദ്, ശൗലും അവൻ്റെ മകനായ യോനാഥാനും മരിച്ചു പോയത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന്, വാർത്ത കൊണ്ടുവന്നവൻ പറഞ്ഞത്, ഞാൻ യദൃച്ഛയാ ഗിൽബോയ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തൻ്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ പിന്തുടർന്നടുക്കുന്നതും കണ്ടു. അവൻ പിറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു. അടിയൻ ഇതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന്, ഞാനൊരു അമാലേക്യൻ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എൻ്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തിൻ്റെ വീഴ്ചയുടെ ശേഷം അദ്ദേഹം ജീവിക്കുകയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്തു ഇവിടെ യജമാനൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ഉടനെ ദാവീദ് തൻ്റെ വസ്ത്രം പറിച്ചു കീറി, കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവൻ ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും ദൈവജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് വാളാൽ അവർ വീണുപോയതുകൊണ്ട് വിലപിച്ചു, കരഞ്ഞു സന്ധ്യ വരെ ഉപവസിച്ചു. ദാവീദ് വാർത്ത കൊണ്ടുവന്ന ഭാര്യക്കാരനോട്, നീ എവിടുത്തക്കാരൻ എന്ന് ചോദിച്ചതിന്, ഞാൻ ഒരു അന്യജാതിക്കാരൻ്റെ മകൻ, ഒരു അമാലേക്യൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട്, കർത്താവിൻ്റെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കയ്യോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ബാല്യക്കാരിൽ ഒരുവനെ വിളിച്ചു, നീ ചെന്ന് അവനെ കൊല്ലുക എന്ന് പറഞ്ഞു. അവൻ അവനെ വെട്ടിക്കൊന്നു. ദാവീദ് അവനോട്, നിന്റെ രക്തം നിന്റെ തലമേൽ, കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ് കൊണ്ട് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദാ മക്കളെ ഈ ഗീതം അഭ്യസിപ്പാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രായേലേ, നിന്റെ മഹത്വമായവർ നിന്റെ ഗിരികളിൽ ഹതന്മാരായി വീരന്മാർ വീണുപോയത് എങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ.
അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുത്. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരീക്ഷ തകർക്കപ്പെട്ടത്. ശൗലിൻ്റെ തൈലാഭിഷേകമുള്ള പരിച തന്നെ. ഹതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. ശൗലിൻ്റെ വാൾ വൃഥ പോന്നതുമില്ല. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും വേഗതയുള്ളവർ, സിംഹത്തിലും വീര്യമുള്ളവർ. ഇസ്രായേൽ പുത്രിമാരെ, ശൗലിനെ ചൊല്ലി കരയുവിൻ. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു, നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു. യുദ്ധമധ്യേ വീരന്മാർ മരിച്ചു പോയതെങ്ങനെ? നിന്റെ ഗിരികളിൽ യോനാഥാൻ ഹതനായല്ലോ. യോനാഥാനെ, എൻ്റെ സഹോദര, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിന്റെ സ്നേഹം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. ശൂരന്മാർ മരിച്ചു പോയതെങ്ങനെ? യുദ്ധായുധങ്ങൾ നശിച്ചു പോയല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ